ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2225. ഇന്ന് ഫെബ്രുവരി മാസം 2-ാം തീയതി, ഈ ആണ്ടിലെ 33-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്നൊരു വലിയ പെരുന്നാൾ ദിവസമാണ്. മായൽത്തോ പെരുന്നാൾ, ദേവാലയ പ്രവേശന പെരുന്നാൾ. നമ്മുടെ കർത്താവിനെ മാതാപിതാക്കള് ജനിച്ച് 40-ാമത്തെ ദിവസം ദേവാലയത്തിൽ കാഴ്ചയായി സമർപ്പിക്കുകയാണ്. ഒരു ദേവാലയത്തിലേക്ക് എത്തിക്കുകയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ഏതാണ്ട് പാതി കഴിയുന്ന ഭാഗത്ത് നമ്മളൊന്ന് വായിക്കേണ്ടതാണ്. മാതാപിതാക്കള് കുഞ്ഞിനെയും കൊണ്ടുവരുന്നു. അവരുടെ യഹൂദ മതത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിവർത്തിക്കുകയാണ്. അവിടെ നമുക്ക് ശെമയോനെ പരിചയപ്പെടാൻ പറ്റും. ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകിയെ, 84 വയസ്സുള്ള വൃദ്ധയായ ഒരു പ്രവാചകിയെ പരിചയപ്പെടാൻ പറ്റും. കുറെ കൂടി ഒരു ദേവാലയ ബന്ധം നമുക്കുണ്ടാക്കാൻ പറ്റണ്ടേ? ദൈവം വസിക്കുന്ന ആലയമാണ് ദേവാലയം. കുറെ കൂടി നല്ല ദേവാലയ ബന്ധമുണ്ടായാൽ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പതിയെ നമുക്കൊരു പരിവർത്തനം ഉണ്ടാവും. നമ്മളും ദൈവം വസിക്കുന്ന ആലയമാണ്. നമ്മൾ ഓരോരുത്തരും ദേവാലയമാണെന്നുകൂടി ഒരു തിരിച്ചറിവിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ദേവാലയത്തെ എങ്ങനെ നമ്മൾ പരിപാലിക്കണോ, അപ്രകാരം തന്നെ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ പരിചരിക്കണം, പരിപാലിക്കണം എന്ന്, പാകപ്പെടുത്തണമെന്നുമൊക്കെ ഒരു ബോധവും ബോധ്യവും ഉണ്ടാവും. എല്ലാവരും എല്ലാ അർത്ഥത്തിലും ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആരാധനയോടൊക്കെയുള്ള നമ്മളുടെ താല്പര്യത്തെ കുറെ കൂടി ഒന്ന് ഏകാഗ്രമാക്കേണ്ടതുണ്ട്, ആത്മാർത്ഥത നിറഞ്ഞതാക്കേണ്ടതുണ്ട്. ഒന്നും കാലം കൊണ്ട് അലസതയിലും യാന്ത്രികതയിലും പെട്ടുപോകാതെ വളരെ ഉത്സാഹത്തോടെ ആത്മാർത്ഥതയോടെ നിർവഹിപ്പാനായിട്ട് നമ്മളെ പാകപ്പെടുത്താനും കൂടിയുള്ളൊരു ദിവസമാണ്. മറിയം എന്ന അമ്മ, യൗസേപ്പ് എന്ന് പറയുന്ന ഒരു അപ്പൻ, ആ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ യേശുവിനെ ഏതൊക്കെ വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഭൂമിയിലെ മാതാപിതാക്കള് കുറെ കൂടി മക്കളെ, കൊച്ചുമക്കളെ, തലമുറയൊക്കെ ശ്രദ്ധിക്കണം. പൊതുവെ ആത്മീയ കാര്യങ്ങളോടൊക്കെ താല്പര്യം കുറഞ്ഞു പോകുന്ന ഒരു പുതിയ തലമുറയെന്ന് അവരെ വേഗം കുറ്റപ്പെടുത്താതെ, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളിലല്ല ഈ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മറിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളിലാണ്. കുറെ കൂടി നമ്മൾ അവർക്ക് അനുകരിക്കാൻ പാകത്തിന് നല്ല മാതൃകകളായി മാറുന്ന നല്ല ദേവാലയങ്ങളായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാം. നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവേശന പെരുന്നാളിൽ നല്ലൊരു ദേവാലയമായി നമുക്കും രൂപാന്തരപ്പെടാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.